നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. ജൂൺ 19 വായനാ ദിനമാണ്. വായനാ ദിനത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളായിട്ടാണ് മാഷ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ വായനാ ദിനത്തിന്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാളം ഏത് ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മലയാളം ഏത് ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓപ്ഷൻസുകൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, ഉത്തരം നിങ്ങൾക്ക് അറിയെങ്കിൽ അതെന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. അടുത്ത സ്ലൈഡിൽ എന്തുണ്ടാവും, അതിൻ്റെ ഉത്തരമുണ്ടാവും. അപ്പോൾ 4 ഓപ്ഷൻസുകൾ നമ്മൾ എഴുതി. മലയാളം ഏത് ഗോത്ര വിഭാഗത്തിൽ പെടുന്നു? സിനോ ടിബറ്റൻ, ദ്രാവിഡം, മലയോ പൊളിറ്റീഷ്യൻ, ആഫ്രോ ടിബറ്റ്. ഇതാണ് നമ്മുടെ ഓപ്ഷൻസുകൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഓപ്ഷൻസുകൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ക്വിസ് ആകുമ്പോൾ ഇവിടെ ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടി വേഗത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് കൂടി ഉൾപ്പെടുത്തിയത്. മക്കളെ, ഉത്തരം ദ്രാവിഡ ഗോത്രമാണ്. ദ്രാവിഡ ഗോത്രമാണ്, ഓർത്ത് വെക്കണം. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഇതൊക്കെ എന്താണ്, ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകളാണ് എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം: മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആര്? മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് എം മുകുന്ദൻ, ONV കുറുപ്പ്, MT വാസുദേവൻ നായർ, ടി പത്മനാഭൻ. ആരാണെന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മക്കളെ, ഉത്തരം എന്ന് പറയുന്നത് MT വാസുദേവൻ നായരാണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ എന്ത് ചെയ്യാം, MTയെ കാണാൻ വേണ്ടി പറ്റും. MT ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം: മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? 2012, 2013, 2014, 2015. എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വായനാ ദിനത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. മക്കളെ, വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2013 ഇപ്പോൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 2013 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം: ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ്? ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി ഭാഷയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. അത് ആദ്യമായി ലഭിച്ചത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഭാഷക്കാണ് എന്ന് എന്ത് ചെയ്യുക, അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. മക്കളെ, ഭാഷ മലയാളമാണോ, തമിഴാണോ, കന്നഡയാണോ, തെലുങ്കാണോ? 2013 മലയാളത്തിന് ലഭിച്ചത്. ആദ്യം ലഭിച്ച ഭാഷ ഇതിൽ തമിഴാണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ആദ്യം ലഭിക്കുന്ന ഭാഷ തമിഴാണ്. പിന്നീട് ലഭിക്കുന്നത് സംസ്കൃതത്തിനാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, പിന്നീട് തെലുങ്കിന് ലഭിക്കുന്നു, കന്നഡയ്ക്ക് ലഭിക്കുന്നു, മലയാളത്തിൽ ലഭിക്കുന്നു. ഇത്തരത്തിൽ ആദ്യം ലഭിച്ചത് 2004 തമിഴ്, പിന്നീട് ലഭിക്കുന്നത് 2005 സംസ്കൃതം, 2008 തെലുങ്ക്, 2008 തന്നെ കന്നഡ, 2013 മലയാളം. അതിനുശേഷം 2014 ഒഡിയക്കും 2024 ആസാമീസ്, മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി തുടങ്ങിയ 5 ഭാഷകൾക്കും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. 5 എണ്ണം അവസാനം ലഭിച്ചതുകൊണ്ട് ആദ്യത്തെ ആയിരിക്കും ചോദ്യം ചോദിക്കുന്നതിൽ കൂടുതൽ എന്താണ് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ആദ്യം ലഭിച്ച ഭാഷ തമിഴാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഒപ്പം മലയാളത്തിന് ലഭിക്കുന്നത് 2013 മെയ് 23 എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 2013 മെയ് മാസത്തിനെ നമുക്ക് എന്ത് ചെയ്യാടാ, മെയ് മാസത്തിൽ നമുക്ക് 5-ാം മാസം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക അല്ലേ. 23, ഇവിടെ 13 നിന്ന് 23 10 വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പകുതിയാണ് ഇവിടുത്തെ മാസം അഥവാ മെയ് മാസം എന്നെന്ത് ചെയ്യുക, വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. 2013 മെയ് മാസം 23, 2013 അതിൻ്റെ വർഷമാണ്, 23 ദിവസമാണ്. ഏതാണ് മാസം എന്ന് ചോദിക്കും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസത്തിലെ 10ൻ്റെ പകുതിയാണ് മെയ് എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 2013 മെയ് 23 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം: നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? MT വാസുദേവൻ നായർ, M മുകുന്ദൻ, P കുഞ്ഞിരാമൻ നായർ, UA ഖാദർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ അത് MT വാസുദേവൻ നായരാണ്, ഓർത്ത് വെക്കുക. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് ഇപ്പോൾ മാഷ് പറഞ്ഞത്. അതുപോലെ വിശേഷണത്തിൽ അറിയപ്പെടുന്ന മറ്റ് സാഹിത്യകാരന്മാരെ കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. നിളയുടെ കവി
പി കുഞ്ഞിരാമൻ നായരാണ്. തൃക്കാട്ടൂരിന്റെ കഥാകാരൻ UA ഖാദറാണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യാണ് സ്ഥലപ്പേരുമായി ബന്ധപ്പെട്ട് സ്ഥലപ്പേരുകളുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുണ്ട്. നിളയുടെ കഥാകാരൻ നിള ഭാരതപ്പുഴയാണ്. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ. മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ. തൃക്കാട്ടൂരിന്റെ കഥാകാരൻ UA ഖാദർ. എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ആര്? വയലാർ, അക്കിത്തം, വള്ളത്തോൾ, ചങ്ങമ്പുഴ. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി, അദ്ദേഹത്തിന്റെ രചനയാണ് രമണൻ എന്ന് പറയുന്ന ആ മനോഹരമായ കവിത. അദ്ദേഹത്തിന്റെ രചനയാണ് വാഴക്കുല എന്ന് പറയുന്ന കവിത. ചിത്രത്തിൽ ആരാണ്? ഈ കൂട്ടത്തിൽ ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയാണ്, ഓർത്തു വെക്കണം. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി അത് ചങ്ങമ്പുഴയാണ്. ഓക്കെ, അടുത്തത്, ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത് കൂട്ടത്തിൽ MT വാസുദേവൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി, ഇടശ്ശേരി രാഘവൻ പിള്ള, T പത്മനാഭൻ. ഇതിൽ ആരാണ് ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിളിച്ചത്? അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. മക്കളെ, ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആര്? ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹമാണ് ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിളിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെയെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. നജീബ് എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി നജീബ് എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി നജീബ് എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ബെന്യാമിൻ എഴുതിയ ഏത് നോവലുമായി ബന്ധപ്പെട്ടതാണ് തന്നിരിക്കുന്ന പ്രസ്താവന? അപ്പോൾ രണ്ട് സൂചനകൾ നമുക്ക് ഈ ചോദ്യത്തിലുണ്ട്. ഒന്ന്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെയെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അത് ഏത് നോവലിലാണെന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. രണ്ടാമത്തത്, നജീബ് എന്ന കഥാപാത്രം ബെന്യാമിനിന്റെ ഏതോ ഒരു നോവലിലെ കഥാപാത്രമാണ് എന്ത്? നജീബ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ രണ്ട് സൂചനകളുണ്ട്. ഏതാണ് നോവൽ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: മഞ്ഞവെയിൽ മരണങ്ങൾ, ആടുജീവിതം, സമ്പർക്കക്രാന്തി, ആരാച്ചാർ. മക്കളെ, ഇതില് ബെന്യാമിന്റെ നോവൽ ഏതാണ്? ആടുജീവിതമാണ്. ആടുജീവിതം. കേട്ടോ, ആടുജീവിതത്തിലെ എന്താണ് പ്രസ്താവനയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. നജീബ് എന്നാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. ബെന്യാമിൻ എഴുതിയ നോവലാണ്. എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. അപ്പോൾ ആടുജീവിതമാണ് ഉത്തരം. അടുത്ത ചോദ്യം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള ഭാഷകളൊക്കെ കേവലം എന്താണ്? വളർത്തമ്മ മാത്രമാണ്. മനുഷ്യന്റെ പോറ്റമ്മ എന്ന് പറയുന്നത് ഏതാണ്? അത് തൻ്റെ സ്വന്തം ഭാഷ, മാതൃഭാഷയാണെന്ന് പറയുന്ന ഈ വരികൾ ആരെഴുതിയതാണ്? വള്ളത്തോൾ, ചങ്ങമ്പുഴ, കുമാരനാശാൻ, ഉള്ളൂർ. ഇതിൽ ആരെഴുതിയ വരികളാണെന്ന് എന്ത് ചെയ്യുക ഓർത്തു നോക്കുക. വള്ളത്തോളാണോ, ചങ്ങമ്പുഴയാണോ, കുമാരനാശാനാണോ, ഉള്ളൂരാണോ? മക്കൾ, ആരാണ്? വള്ളത്തോളാണ്. വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്ത വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. അത് വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്ന കൃതിയിലെ വരികളാണ്. അടുത്തത്, ഭാരതീയ സാഹിത്യത്തിലെ നോബൽ പ്രൈസ് എന്ന് വിശേഷിപ്പിക്കുന്ന പുരസ്കാരം. നോബൽ പ്രൈസ് ഏറ്റവും വലിയൊരു പുരസ്കാരമാണ്. അപ്പോൾ ഭാരതത്തിലെ, ഇന്ത്യയിലെ സാഹിത്യത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണത്? അത് ബുക്കർ സമ്മാനമാണോ, എഴുത്തച്ഛൻ പുരസ്കാരമാണോ, ഓടക്കുഴലാണോ, ജ്ഞാനപീഠമാണോ? ഭാരതീയ സാഹിത്യത്തിലെ നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം അതേതാണ്? അത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 1965 പുരസ്കാരം നൽകുന്നത്. ആദ്യമായി ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനാണ്. നമ്മൾ പുരസ്കാരങ്ങളുടെ മാത്രമായ ഒരു വീഡിയോ നിലവിലിട്ടിട്ടുണ്ട്. കാണാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടി മുഴുവനായിട്ട് എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണുക. അടുത്ത ചോദ്യം, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ്: ജോസഫ് മുണ്ടശ്ശേരി, EMS നമ്പൂതിരിപ്പാട്, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി. ഇതിൽ ആരുടെ ആത്മകഥയാണ്? തന്നിരിക്കുന്ന എല്ലാ ആളുകളും കേരളത്തിലെ വളരെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരാണ് EMSഉം VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടി സാറും. മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അങ്ങനെയാണെങ്കിൽ ഇവർ ആരുടെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം? മക്കളെ, ഉത്തരം VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അങ്ങനെയാണെങ്കിൽ ഇവരെ 4 പേരുടെ ആത്മകഥ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയാണ് ആത്മകഥ. സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മകഥയാണ് കാലം സാക്ഷി എന്നെന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മകഥ കാലം സാക്ഷി. അടുത്ത ചോദ്യം,
6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്ക് മലയാളമില്ല. ഈ വരികൾ ആരുടേതാണ്? 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം മക്കളെ ഓപ്ഷൻ എ വള്ളത്തോള്, ബി ONV, ചങ്ങമ്പുഴ, കുഞ്ഞുണ്ണി. ഇങ്ങനെയുള്ള നുറുക്ക് കവിതകൾ എഴുതിയിരുന്ന വ്യക്തി ആരായിരുന്നു ഈ കൂട്ടത്തിൽ? അത് കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി മാഷ് എഴുതിയ വരികളാണ് 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്നുള്ള വാക്കുകൾ. യെസ്, അടുത്ത ചോദ്യം. 2024 മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ആർക്കാണ്? സർക്കാർ നൽകുന്ന സിനിമാ മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണെന്ത്? JC ഡാനിയൽ പുരസ്കാരം. ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കമലഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി, ശാരദ. ഇവർക്ക് ആർക്കായിരുന്നു 2024 എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും അവസാനം നൽകിയ JC ഡാനിയൽ പുരസ്കാരം മക്കൾ അത് ലഭിച്ചത് ശാരദ എന്ന് പറയുന്ന നടിക്കാണ്. നിങ്ങൾ രാപ്പകൽ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവതെ അമ്മ മനസ്സ് എന്നുള്ള ആ ഒരു പാട്ടിനകത്ത് നിങ്ങൾ കാണുന്ന ആ ഒരു മുത്തശ്ശിയായി അമ്മയായി വേഷമൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് സിനിമകളിലൂടെ പ്രശസ്തിയായ വ്യക്തിയാണ് ആര്? ശാരദ. ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന അവർക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മുടെ സൂപ്പർ ബാച്ച് നിലവിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ ബാച്ചിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഒരു പുതിയ ബാച്ച് നമ്മളെന്താണ് ജൂൺ 19 ആരംഭിക്കുകയാണ്. ഇപ്പോൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാണ്ട് മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്രീനകത്ത് കാണുന്ന നമ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു PDF വായനാദിനത്തിൻ്റെ ഭാഗമായ ഒരു PDF നിങ്ങൾക്ക് ഇന്ന് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ PDF വേണ്ട ആളുകളാണെങ്കിൽ PDF ലഭിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാ ആളുകളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടെന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് എന്ത് ചെയ്യാം? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് കയറാൻ വേണ്ടിയുള്ള ലിങ്ക് കാണാം. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് കയറാനുള്ള ലിങ്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇത്തരത്തിൽ നമ്മുടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ക്വിസ് മത്സരത്തിൻ്റെ ആ ഒരു PDF നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ PDF എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടെന്ന് എന്ത് ചെയ്യുക? ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.